ഡേയ് എണീറ്റോടാ, നമ്മുടെ വെറിഞ്ചായിട്ട് വെച്ചാണ് പക്കവടയുണ്ട്. അത്രമേൽ മനോഹരമായത് കൊണ്ടാവാം പോയവരാരും തിരിച്ചു വരാത്തത്. ഇതുവഴി പോയത് അണ്ണാച്ചിയല്ലേ, നീ എന്തൊരു തിരക്കിരിക്കണ നിക്കർ ഓടിക്കാൻ. നമ്മളെ വിളിച്ചു വരുത്തിയ കാര്യം പറ അളിയ. നമ്മള് 3 പേരും വീട്ടുകാരറിയാതെ ഗോവയ്ക്ക് പോണ്. ഗോവയാ? എന്റെ അമ്മ എന്നെ കറക്റ്റാ തൂക്കും. അതെങ്ങനെ? അതൊക്കെ തൂക്കും. അതെങ്ങനെന്ന് പറയടാ. എന്റെ നിക്കറിൽ അമ്മ GPS വെച്ചൊക്കെയാണ്. ഞാൻ എവിടെയൊക്കെ പോണെന്ന് അറിയാൻ. ഈശ്വര ഭവാനി തള്ള, അച്ഛൻ നമുക്ക് ഈ വഴി പോണോ? നീ ആരാടാ പേടിക്കണം? ആ തള്ളനെ കണ്ട് 2 കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. നീ വന്നാണ് വേനയും കൂടിയില്ലാത്ത 2 കൂടി ഇങ്ങോട്ട് പോയാ. നമ്മൾ അയൽക്കാരി ഭവാനി തള്ളരെ 16 ആയിരുന്നു, അതിന് പോയിരുന്നു. വിളിച്ചില്ലായിരുന്ന കല്യാണം കഴിച്ച സ്റ്റാർട്ടിങ്ങിൽ കൊറേ കൊതു ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ എന്താടാ ഒന്നും ഇല്ലാത്തത്? എന്റെ ചോരയൊക്കെ നീ ഊറ്റി കുടിച്ചില്ലേ, ഉള്ളതൊക്കെ പട്ടിണിടഞ്ഞ് ചത്ത്. വേറെ ആരെങ്കിലും വീട്ടിൽ അമ്മാച്ചൻ ചേച്ചി 2 ചേച്ചിമാരാണോ? ഇല്ല, ഒരു ചേച്ചി പിന്നെ 2 അല്ല, നിങ്ങൾ എന്തോ ചെയ്യുന്നു? ഞങ്ങൾ കൈകാലുകൾ നോക്കി ഭൂതം ഭാവി പറയും. എനിക്ക് എന്റെ കൈ നോക്കിയതില്ലെന്ന് പറഞ്ഞു. ഭാവി നോക്കാൻ ഇത്രയും വൃത്തിയായിട്ടൊരു കഴിഞ്ഞ എന്റെ യുഗത്തിൽ കണ്ടിട്ടില്ല സ്വാമി. കയ്യിലെ രേഖയെല്ലാം മഞ്ഞിരിക്കുന്നല്ലോ. എന്തായാലും ഉള്ള രേഖ വെച്ച് പറയാം. നീ രേഖ ഇരുന്ന് ഏകാന്ത ആസ്വദിച്ചാൽ പിന്നെ അതിനേക്കാളും വലിയ കംഫർട്ട് സോൺ വേറെ ഒന്നുമില്ല. നിനക്കെന്തടാ, നിന്നെ ഞാൻ വെറുഞ്ചായ കുടിക്കാനല്ലേ വിളിച്ചത്, അല്ലാതെ 15 അംഗ പൗർട്ടിമി കയറാനല്ലല്ല. പ്രണയത്തെക്കാൾ ഒന്നുമില്ല, എങ്കിലും ആ ഒരു മുഖം മറക്കാൻ എന്തായിരിക്കും വഴി? റബ്ബർ ബാൻഡ് എടുത്ത് നീട്ടി വലിച്ചിരി. എന്തൊരു തള്ളടാ നീ. ഞാൻ നിക്കറിടൂല. ചന്തയില് മീൻ വാങ്ങിക്കാൻ പോയതായിരിക്കും. അല്ല, ചന്തയില് സിനിമ കാണാൻ പോയത്. മീനിന്റെ കെട്ടവാണ് ഇങ്ങ് അടിക്കണം. 2 കൂടെ ഏതാ പൊട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നേക്കാണ്. സത്യം, നിന്റെ ഭർത്താവ് ചാളവാസുവിനെ വാങ്ങിച്ചത് തന്നെ ഈ മീൻ. ഈ പൂക്കള് ഇങ്ങനെ അത് സെറ്റായിരിക്കണമെങ്കിൽ ഇതുപോലെ നിതവിട്ട ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ഇത്രയും മക്കളെ വെച്ചിട്ട് കൂടുതൽ മക്കളെ ഉണ്ടാക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ആകെ അറിയാവുന്ന പണി അതാണ്. ചായയുടെ കാശ് ഞാൻ കൊടുക്കാം. ഹലോ അലീനെ, ഞങ്ങൾ ചായക്കട നിൽക്കുക, ഒരു 20 രൂപ പെട്ടെന്ന് അയച്ചു തന്നായിരുന്നെങ്കിൽ. ഇതാ നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കറങ്ങി കിടക്കല്ല. ഞാൻ മുടിഞ്ഞ കാലെടുത്ത് പുറത്തോട്ട് ഇപ്പൊ ഞാൻ കാശ് കൊടുത്താലും നീ കാശ് കൊടുത്താലും പൈസ തരേണ്ടവളല്ലേ. ഒന്ന് മാറി നടന്നോടാ. നിനക്ക് നിന്റെ തന്തയുടെ റോഡാ? ആടാ, എന്റെ തന്തയുടെ വകയുടെ റോഡ്. എന്തേ എങ്ങനെ പോയാലും ഒരു 10-56 റോഡുണ്ട്. അപ്പൊ നിനക്ക് 56 തന്തമാരുണ്ടോ? ഏത് വാപ്പാനെ തനിക്കി പാടി വെന്ത് ഞാൻ വലിയ ഉലുക്കി വന്ന് വീണോ ചാച്ചു. വീടേക്ക് ഉള്ള സാധനം ഞാൻ എത്തിക്കുന്നതാ. കടന്നുറങ്ങ 500. എത്താ അത് കടലിൽ പോയിന്നാണ് ഇപ്പൊ 500. 3 ഔട്ടിങ്ങിന് പോകണമെന്ന് ബഹളം വെച്ചെന്റെ പേരിലാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. എനിക്ക് പോകുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട് കേട്ടോ. അതിനകത്ത് 1ാമത്തെ കാര്യം, നിങ്ങൾ കൊച്ചു പിള്ളേരല്ല, അതുകൊണ്ട് കണ്ണി കണ്ട സാധനങ്ങളൊന്നും മേടിക്കണമെന്ന് പറയല് മേടിച്ചു തരത്തില്ല. 2ാമത്തെ കാര്യം, ഹോട്ടലിൽ കയറിയിട്ട് കണ്ട സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യണം, അവസാനം അത് കഴിക്കുകയും ചെയ്യത്തില്ല. ഇവിടെ അത് നടക്കത്തില്ല. ഒരു സാധനം ഓർഡർ ചെയ്യും, എല്ലാവരും കഴിച്ചോണം. ഇനി 3ാമത്തെ കാര്യം എന്തായിരുന്നു? കാണാൻ കൊള്ളാൻ ആമ്പിളാര് പോവും, വായി നോക്കരുത്. നിന്റെ അടുത്തല്ലേ വായി നോക്കലെന്ന് പറഞ്ഞു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണേ.